മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾ വളരെയധികം വിഷമാവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കുക. എന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്നുള്ള ആ വചനം. അതെ, ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ ബലിക്കായിട്ട് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമിക്കുന്നതായ ദൈവമക്കളുണ്ട്. എന്നാൽ അവരെ നയിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന ഇടയന്മാർ നല്ല ഇടയന്മാരാണോ അതോ വാച്യ ഇടയന്മാരാണോ എന്ന കാര്യം നാം മനസ്സിലാക്കുവാൻ നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിറഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. ലോകത്തിന് പിറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്മാർക്കൊരിക്കലും ദൈവിക സ്വരം ശ്രവിക്കുവാൻ സാധ്യമല്ല. കാരണം അവർ ലോകത്തിന് പിന്നാലെയാണ്. അവർ വസ്ത്രങ്ങൾ കൊണ്ട്, തൊങ്ങലുകൾ കൊണ്ട് അവർ ഈ ലോകത്ത് ഇടയന്മാരായിട്ട് കാണുമെങ്കിലും തങ്ങളുടെ ആടുകളെ സംരക്ഷിക്കാനോ ദൈവം ഏൽപ്പിച്ച കുഞ്ഞാടുകൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനോ അവർക്ക് അസാധ്യം തന്നെയാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ തന്നെയാണ്. ചെന്നായ്ക്കൾ ആടുകളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ നല്ല ഇടയൻ മാത്രം നമ്മളെ സംരക്ഷിക്കുവാനും നമുക്ക് വേണ്ടി ജീവനർപ്പിക്കുവാനും ഉണ്ടാവുകയുള്ളൂ. അതെ, ദൈവം തൻ്റെ ഏറ്റവും വലിയ ദാനമായ തൻ്റെ പുത്രൻ്റെ ബലിയിലൂടെയാണ് രക്ഷ നൽകുവാനായിട്ട് തീരുമാനിച്ചത്. ആ ദൈവപുത്രൻ അർപ്പിച്ച ബലിയിൽ ദൈവപുത്രനോട് ചേർന്നിട്ട് മാത്രമേ വിശുദ്ധമായ ബലി അർപ്പിക്കുവാൻ സാധ്യമാവൂ. എന്നാൽ അനുസരണക്കേടിലും നിന്ദകളാലും കർത്താവിൻ്റെ വചനത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതരെയും ഇടയരെയും മാറോട് ചേർക്കുന്ന വ്യാജ ഇടയന്മാർ ഇന്ന് കർത്താവിന് പ്രീതികരമായ പ്രവർത്തനങ്ങളല്ല ചെയ്യുന്നത്. തിരുസഭയെ സ്ഥാപിക്കുവാൻ പുത്രനായ യേശു കാണിച്ച തീക്ഷ്ണത ദിവ്യബലിയിലൂടെയാണ്. ആ ദിവ്യബലിയെ ഒറ്റുകൊടുക്കുന്നതായ യൂദാസുമാരായി മാറിയ സീറോ മലബാർ സഭയുടെ തലവനായ റാഫേൽ തട്ടിലും അദ്ദേഹത്തിൻ്റെ വികാരിയായ ജോസഫ് പാംപ്ലാനിയും കുറേയധികം ഇടയന്മാരുമെല്ലാം കർത്താവ് സ്ഥാപിച്ച സഭയുടെ ദൈവമക്കളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അവർക്ക് നൽകുന്ന സംരക്ഷണം ഈ ലോകത്തിൻ്റേതല്ല, ദൈവദൂതന്മാരുടെ സംരക്ഷണമാണ് കർത്താവർക്ക് നൽകിയിരിക്കുന്നത്. അതെ, പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാൻ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ. നിങ്ങൾക്ക് നൽകിയ അധികാരം വേണ്ടിയ രീതിയിൽ വിനിയോഗിക്കാതെ സഭയെ തകർക്കുവാൻ കൂടുന്ന മൗനം പാലിക്കുന്ന ഇടയന്മാരെ നിങ്ങൾക്ക് ശാപം. കാരണം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി ദൈവത്തോടു കൂടി ചേർന്നതാണ്. അതെ, യേശുവിലുള്ള വിശ്വാസത്തിലും യേശു സ്ഥാപിച്ച തിരുസഭയിലും വിശ്വസിച്ചുകൊണ്ട് യേശുവിനായിട്ട് ജീവിക്കുന്ന ഏതൊരു മക്കളും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് നമ്മളെ വിരുദ്ധനായി ക്ഷണിക്കുന്നതാണ് ദിവ്യബലിയിലൂടെ നിത്യജീവനിലേക്ക്. ആ ദിവ്യബലിയെ അവഹേളിച്ചുകൊണ്ട് ബലി അർപ്പിക്കുന്ന പുരോഹിതഗണത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും ആ ക്രിസ്തുവിനെ, തിരുസഭയെ വേദനിപ്പിക്കുവാൻ വേണ്ടി ഒത്തുചേരുന്ന ഇടയന്മാർ, നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി ദുഷ്ടാത്മാവിൻ്റെ ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ കാലഘട്ടം എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം
ഗ്രഹിക്കുവാനും ഉദ്ഘോഷിക്കുവാനും ദൈവം നൽകിയ വരത്താൽ ഇപ്പോൾ ഈ വചനം ഉദ്ഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും പുരോഹിതരെ, ഇടയന്മാരെ, മേജറെ, നിങ്ങൾക്ക് പകരം ദൈവം മറ്റൊരു പദ്ധതി കൊണ്ടുവരും. ദൈവജനം, ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും ഉദ്ഘോഷിക്കും. അതിനായിട്ട് ദൈവദൂതന്മാരുടെയും മാലാഹമാരുടെയും സംരക്ഷണത്തിൽ, നിങ്ങൾക്ക് മാലാഹമാരെ പ്രീതിയില്ല, മാലാഹമാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരില്ല, ദൈവദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരില്ല, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാത്ത വിമതരുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളിൽ വന്ന് ഭവിക്കുന്നത് നിങ്ങൾ ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ അല്ലയോ? നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ പണത്തിന് വേണ്ടിയും മറ്റു സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആർത്തി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ജ്ഞാനത്തിൻ്റെ കൃപാവരം പിതാവായ ദൈവം നൽകി നിങ്ങളെയും നിങ്ങൾ നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് നൽകിയ കുഞ്ഞാടുകളെയും നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.